രണ്ട് തരത്തിൽ പറയാറുണ്ട്, പ്രവാചക മതങ്ങളും പ്രവാചകേതര മതങ്ങളും എന്ന്. ഇത് ഒരു തെറ്റായ സങ്കല്പമാണ്. സെമിറ്റിക് നോൺ സെമിറ്റിക് എന്ന് പറയുന്നത് പ്രാദേശികമാണ്. അത് പശ്ചിമേഷ്യ, അറേബ്യ ഉൾപ്പെടുന്ന പ്രദേശത്ത് സെമിറ്റിക് എന്നും, അതായത് വലത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന എഴുത്ത് രീതികളുള്ള എഴുത്ത് ലിപികളെ ഉപയോഗിക്കുന്ന ഹീബ്രു, അരമായിക്ക്, സുറിയാനി, അറബി പോലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്ന മതങ്ങളെ പൊതുവെ സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ജിയോഗ്രഫിക്കൽ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ടാണ്. അത് നൂഹ് നബിയുടെ മകൻ സാമിൻ്റെ മക്കൾ എന്നുള്ള നിലക്കാണ് സെമിറ്റിക് പറയുന്നത്. സെമിറ്റിക് അല്ലാത്ത ലോകത്തിലെ പാശ്ചാത്യ പൗരസ്ത്യ ദർശനങ്ങളെ നോൺ സെമിറ്റിക് എന്ന് പറയുന്നതും ജിയോഗ്രഫിക്കലായി പറയുമ്പോൾ അത് ശരിയാണ്. അല്ലാതെ പ്രൊഫറ്റിക് നോൺ പ്രൊഫറ്റിക് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം പ്രവാചക മതങ്ങളും പ്രവാചകേതര മതങ്ങളും ലോകത്തില്ല. ലോകത്തുള്ള സകല മതങ്ങളും പ്രവാചക മതങ്ങളാണ്. പ്രവാചക മതങ്ങൾ എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് പ്രവാചകന്മാർ എന്ന് തന്നെ അവരെ അങ്ങനെ തന്നെ വിളിച്ചുകൊള്ളണമെന്നില്ല. ഇപ്പം അവതാരങ്ങൾ എന്ന് ഭാരതം പറയുന്നത് പ്രവാചകന്മാരെ കുറിച്ചാണ്. അവതാരങ്ങൾ എന്ന് പറയുന്നത് മഹർഷിമാർ എന്ന് പറയുന്നതും ഋഷീശ്വരന്മാരെന്ന് പറയുന്നതും ചിലയിടത്തൊക്കെ മുനിമാരെന്ന് പറയുന്നതുമെല്ലാം പ്രവാചകന്മാരെ കുറിച്ചാണ്. അപ്പോൾ പ്രവാചകന്മാരെ പ്രവാചകൻ എന്ന അർത്ഥത്തിൽ, നബി എന്ന അർത്ഥത്തിൽ തന്നെ സംബോധന ചെയ്യപ്പെട്ടുകൊള്ളണമെന്നില്ല ചരിത്രത്തിൽ. അവർ സംബോധന ചെയ്യപ്പെടുന്നത് അതത് കാലത്തുള്ള പ്രത്യേകമായ ഭാഷാ പദങ്ങളോ പ്രയോഗങ്ങളോ വെച്ചുകൊണ്ടായിരിക്കണം. ഇന്ത്യയിൽ അവതാര പുരുഷന്മാർ എന്ന് പറയുന്നത് ഏതാണ്ട് നാം നോക്കിയാൽ കാണുന്നതെല്ലാം പ്രവാചകന്മാരെ കുറിച്ചാണ് എന്ന് ബോധ്യപ്പെടും. അപ്പോൾ പ്രവാചകന്മാരെ കുറിച്ചുള്ള ചർച്ച ഏതെങ്കിലും ഒരു മത വിഭാഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത ഗ്രൂപ്പ് വിഭാഗത്തെയോ മാത്രം ബാധിക്കുന്നതല്ല, ലോകത്തുള്ള എല്ലാ ഈശ്വരീയ ദർശനങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രവാചകന്മാരുടെ സാധുത എന്താണ്? ഇതാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത്. എന്താണ് പ്രവാചകന്മാരുടെ ആവശ്യം ലോകത്തിന്? ഇത് നമ്മൾ ക്ലാസ്സുകളിൽ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ആവശ്യം എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ള ഉണർവ് നഷ്ടപ്പെടുകയും അങ്ങനെ അവൻ ഒരു ആത്മാന്ധനായി തീരുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ബാഹ്യമായ ഒരു മാർഗദർശനത്തിൻ്റെ ആവശ്യം ഉണ്ടായിത്തീരുന്നത്. മിന്നാമിനിങ്ങിന് വിളക്ക് വേണ്ട എന്ന് കേട്ടിട്ടുണ്ടല്ലോ. മിന്നാമിനിങ്ങിന് വിളക്ക് വേണ്ട. കാരണം മിന്നാമിനിങ്ങിന് സ്വയം പ്രകാശിക്കാനും സ്വയം വെളിച്ചം ഉൽപ്പാദിപ്പിക്കാനും ആ വെളിച്ചത്തിൽ പറക്കാനും സാധിക്കുന്നത് കൊണ്ട് മിന്നാമിനിങ്ങിന് നിങ്ങൾ വെളിച്ചം കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം സ്വയം അണഞ്ഞു പോവുകയും അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ മിന്നാമിനിങ്ങിനും വെളിച്ചം വേണ്ടി വരും. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് സംഭവിച്ചത്. അവൻ്റെ അകത്തുള്ള വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ ഖുർആൻ അതേക്കുറിച്ച് പറയുന്നത് പിന്നെ ഉള്ളിലുള്ള കണ്ണ് എന്നാണ്, അകത്തുള്ള കണ്ണ് എന്നാണ്. അത് ഇല്ലാതെ വരുമ്പോഴാണ് പിന്നീട് അവന് ഒരു മാർഗദർശിയുടെ ആവശ്യമുണ്ടാകുന്നത്. ഇത് അതുകൊണ്ട് മാത്രമല്ല, മനുഷ്യൻ്റെ സഹജമായ രീതിയും അങ്ങനെയാണ്. ഒരു എട്ടുകാലി മുട്ടയിൽ നിന്ന് ആയിരക്കണക്കിന് എട്ടുകാലിയുടെ ഒരു ഓരോ പ്രാവശ്യവും വിരിഞ്ഞു വരുന്നത് ആയിരക്കണക്കിന് എട്ടുകാലി കുഞ്ഞുങ്ങളാണ്. ഈ എട്ടുകാലി കുഞ്ഞുങ്ങളെല്ലാം വളരെ മനോഹരമായി അല്പം പോലും തെറ്റാതെ പിഴവില്ലാതെ വല നെയ്യാൻ സാധിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും വല നെയ്യാൻ സാധിക്കും. ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല, അത് സഹജമായി അതിനകത്തുള്ള ബോധത്തിൻ്റെ ഉണർവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്നതാണ്. മത്സ്യം നീന്താൻ ഒരു മത്സ്യത്തിൻ്റെ കുഞ്ഞും പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ പക്ഷികളാണെങ്കിൽ പറക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു പരിധിയോളം. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, കാക്ക തൻ്റെ കുഞ്ഞിനെ ഒരു കൊമ്പിലിരുത്തി അടുത്ത കൊമ്പിൽ നിന്നിട്ട് അത് വിളിക്കും. അപ്പോൾ ഇത് മടിച്ച് ഭയന്ന് ഈ കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് ചാടും. ആ ചാട്ടത്തിൽ ചിലപ്പോൾ അത് പിഴച്ച് താഴെ വീഴും. അപ്പോൾ ഈ കാക്കകളൊക്കെ കൂടി അതിനെ പൊക്കിയെടുത്ത് മറ്റൊരു കൊമ്പിൽ കൊണ്ടുപോയി വെക്കും. ഇങ്ങനെ കാക്ക ഒരു പറക്കൽ പരിശീലനം കാക്കകൾ അല്ലെങ്കിൽ പക്ഷികളിൽ ചിലതൊക്കെ നൽകുന്നുണ്ട്. മറ്റൊരു ജീവജാലങ്ങൾക്കും അങ്ങനെയുള്ളൊരു പരിശീലനം നൽകുന്നില്ല. ഇതുപോലും പരിശീലനം നൽകേണ്ടത് ആണെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായി അത് സംഭവിക്കും, പക്ഷേ അങ്ങനെ കാണാം. പക്ഷെ മനുഷ്യ ശിശുവിന് ഇതൊന്നും, ഇങ്ങനെയുള്ള സർഗാത്മകമായി മനുഷ്യ ശിശുവിന് ഉണ്ടെന്ന് പറയുന്ന കഴിവുകളിൽ പ്രധാനപ്പെട്ടത് തൊള്ള തുറന്ന് കരയാനുള്ള കഴിവ് മാത്രമാണ്. അത് ജനിച്ച ഉടനെ തന്നെ ആരംഭിക്കും. ഇതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജീവി, ഇപ്പം സസ്തനികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജീവി, ആ ജീവി ജനിച്ചതിന് ശേഷം അതിൻ്റെ അമ്മയുടെ മാറിടത്തിലുള്ള അല്ലെങ്കിൽ അമ്മയുടെ അകടിലുള്ള പാല് കുടിക്കാൻ മറ്റൊരു ജീവിയുടെ സഹായം തേടുന്നത് ചരിത്രത്തിലില്ല. അമ്മ പോലും പറയുന്നില്ല.
അത് ഏറ്റവും സസ്തനികളിൽ ഏറ്റവും ചെറിയ ജീവികളിൽ ഒന്നാണ് പൂച്ച. 3-4 കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഒറ്റ പ്രസവത്തിൽ, ചിലപ്പോൾ 5 ഉണ്ടാവും. വളരെ ചെറുത്, നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ വെച്ചാൽ കൈവെള്ള പിന്നെയും ബാക്കിയായിരിക്കും. അത്രയും ചെറിയ ഈ കുഞ്ഞുങ്ങൾ കണ്ണ് തുറക്കാൻ തന്നെ ദിവസങ്ങൾ എടുക്കും, പൂച്ച കുഞ്ഞുങ്ങൾ. പക്ഷേ ഈ കുഞ്ഞ് എഴുന്നേറ്റ് അമ്മയുടെ അകിട് തപ്പിപ്പിടിച്ച് പാല് കുടിക്കാൻ ആ കുഞ്ഞിന് സഹജമായ ഒരു ബോധമുണ്ട്. പക്ഷേ മനുഷ്യക്കുഞ്ഞിന് തൻ്റെ അമ്മയുടെ പാൽ ചുരത്തി നിൽക്കുന്ന അകിട്, അതിൻ്റെ കണ്ണ് ഈ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്താലല്ലാതെ കുട്ടിക്ക് അത് എത്തിപ്പിടിക്കാനോ കുടിക്കാനോ കഴിയില്ല. കിടന്നിടത്തൊന്നും മറിഞ്ഞു കിടക്കാൻ കഴിയില്ല, കാറി നിലവിളിക്കാനല്ലാതെ. അത്രയും നിസ്സഹായനായ, അത്രയും കഴിവ് കുറഞ്ഞ, സർഗാത്മകമായി കഴിവ് കുറഞ്ഞ അവസ്ഥയിലാണ് ഓരോ മനുഷ്യ ശിശുവും ജനിക്കുന്നത്. നമുക്കതിനെ ഇങ്ങനെ പറയാം, ലോകത്ത് സഹജമായ കഴിവുകളോടെ ജനിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ കഴിവുകളുള്ളത് സൃഷ്ടികളിൽ മനുഷ്യനാണ് എന്ന് പറയാം. അവൻ പിന്നെ അവൻ്റെ ബുദ്ധിയുടെ, അവൻ്റെ ചിന്താശേഷിയുടെ ഒക്കെ കാര്യത്താൽ അവൻ ഈ ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കാൻ പ്രാപ്തനാകുന്നുണ്ടെങ്കിൽ പോലും ശിശു എന്നുള്ള നിലക്ക് ഏറ്റവും ദൗർഭാഗ്യകരമായ ശൈശവം മനുഷ്യനാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ചൈൽഡ്ഹുഡ് ഏറ്റവും വലുതായി തീർന്നത്. ബാക്കിയുള്ള ഒരു ജീവിക്കും ഇത്രയും ദീർഘിച്ച ചൈൽഡ്ഹുഡ് ഇല്ല. നമുക്ക് 15 വർഷമാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. 15 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസിൻ്റെ 4/1, ശരാശരി ആയുസിൻ്റെ 4/1. ശരാശരി ആയുസിൻ്റെ 4/1 ചൈൽഡ്ഹുഡുള്ള ഒരു ജീവിയും ലോകത്തില്ല. ആനയുടെ ചൈൽഡ്ഹുഡ് തന്നെ 6 വർഷമാണ്. ഇത്രയും വലിയൊരു ജീവിയുടെ ചൈൽഡ്ഹുഡ് 6 വർഷമാണ്. പക്ഷെ നമുക്ക് അത് 15 വർഷമാണ്. എന്ന് വെച്ചാൽ ആയുസിൻ്റെ ഏതാണ്ട് 1/4 ഭാഗം ചൈൽഡ്ഹുഡിൽ പോകുന്നത് നമുക്ക് പരിശീലനം കിട്ടിയാലേ അതിജീവനം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. മറ്റൊരു ജീവിക്കും പരിശീലനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ദൈർഘ്യമുള്ള ഒരു ചൈൽഡ്ഹുഡ് ഉള്ളത് കൊണ്ട് തന്നെ നാം എത്രമേൽ ദുർബലരായാണ് ജനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും ദൗർബല്യങ്ങളോടുകൂടി ജനിക്കുന്ന സർഗാത്മകമായ ശേഷികൾ വളരെ വളരെ കുറഞ്ഞു വരും. നമ്മൾ ഈ സർഗാത്മക ശേഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സാഹിത്യവാസനയെ അങ്ങനെയുള്ളതിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. സഹജമായി മറ്റ് ജീവികൾക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾ, അതിന് ശക്തിയും ദൗർബല്യവും ഉണ്ട്. ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ കരുവാറ്റക്കിളി കൂട് വെക്കുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പും ഇന്നും ഒരുപോലെയാണ്. ഈ കരുവാറ്റക്കിളി കൂട് വെക്കുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പ് അത് വെച്ച അതേ രൂപത്തിലാണ് ഇന്നും വെക്കുന്നത്. പക്ഷേ അതിന് മാറ്റമൊന്നുമില്ല. അത് ദൗർബല്യമാണോ ശക്തിയാണോ നമുക്കറിയില്ല. അത് ദൗർബല്യമാണെന്ന് പറഞ്ഞാലും ശക്തിയാണെന്ന് പറഞ്ഞാലും കരുവാറ്റക്കിളി ഇനി 1000 കൊല്ലം കഴിഞ്ഞാലും അതേ കൂടെ വെക്കുള്ളൂ. പക്ഷേ മനുഷ്യൻ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഗുഹയിലാണ് വസിച്ചിരുന്നതെങ്കിൽ ഇന്ന് അവൻ 3-4 തട്ടുകളുള്ള മാളികകൾ പണിത് അതിൽ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് സർഗാത്മകമല്ല. ഇത് അവൻ ആർജിക്കുന്ന അറിവിൻ്റെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന, മറ്റത് സർഗാത്മകമാണ്. ഈ വ്യത്യാസമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവികളുള്ള ഈ ലോകത്ത് ഏറ്റവും സഹജമായ കഴിവ് ഏറ്റവും കുറഞ്ഞ മനുഷ്യന് അവൻ്റെ ഭൗതികമായ കാര്യങ്ങളിൽ പോലും ഒരു അന്യ സഹായം ആവശ്യമാണെന്നിരിക്കെ ആധ്യാത്മികമായ, അവൻ്റെ ധാർമ്മികമായ, സദാചാരപരമായ, നൈതികമായ കാര്യങ്ങളിൽ തീർച്ചയായും അവന് ബാഹ്യമായ ഒരു ഗൈഡൻസ് ആവശ്യമാണ് എന്ന് വരും. ആ ഗൈഡൻസിൻ്റെ സ്ഥാനത്താണ് പ്രവാചകന്മാർ അവരോധിതരാകുന്നത്. അപ്പോൾ നമ്മൾ വേദങ്ങളെക്കുറിച്ച് പറഞ്ഞിടത്തും നമ്മളിത് പറഞ്ഞിരുന്നു. പ്രവാചകന്മാരും അങ്ങനെയാണ്. പ്രവാചകന്മാർ വേദത്തിൻ്റെ മറുപതിപ്പാണ്. വേദം എന്ന് പറയുന്നത് ഞാൻ അവതീർണമായ വേദം എന്നുള്ള അർത്ഥത്തിലാണ്. അവതീർണമായ വേദം ഭാഷയിലും ലിപിയിലുമാണെങ്കിൽ പ്രവാചകന്മാർ ജീവിക്കുന്ന വേദമായി തീരുന്നു. അതായത് ഖുർആൻ നമുക്ക് അറബി ഭാഷയിൽ ഖുർആൻ നമുക്ക് ഉണ്ട്, അത് വേദമാണ്, അവതീർണമായ വേദമാണ്. ഇപ്പുറത്തൊരു മുഹമ്മദ് ഉണ്ട്, അത് ഈ ഖുർആനിൻ്റെ ജീവിക്കുന്ന പതിപ്പാണ്. ഇതാണ് വ്യത്യാസമുള്ളത്. ഈ ഖുർആൻ എന്താണോ അത് തൻ്റെ ജീവിതത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ, തൻ്റെ ജീവിതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിയ ഒരു ഗുരുവായിട്ടാണ് അവിടെ നമുക്ക് പ്രവാചകനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നത് കേവലമായ വേദത്തിൻ്റെ ചൊല്ലുകാരനല്ല, മറിച്ച് വേദത്തിൻ്റെ വേദം പ്രയോഗവൽക്കരിക്കുന്ന, ജീവിക്കുന്ന, അത് ജീവിതത്തിലൂടെ സാക്ഷാത്കരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. അതെന്തിനാണ് പ്രവാചകൻ വരുന്നത് വേദം പോലെ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം വേദം ഒരു മനുഷ്യന് സാധ്യമാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജന്മം ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത് ദൈവവചനമാണ്. മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവിക്കുന്നതിൻ്റെ വിഷമങ്ങൾ അറിയാത്ത സർവശക്തനായ ഒരു ദൈവത്തിന് എന്തൊക്കെ പറഞ്ഞുകൂടാ. ഇത് മനുഷ്യൻ്റെ വെപ്രാളങ്ങളും ബേജാറും അവൻ്റെ കുടുംബവും അവൻ്റെ പ്രാരബ്ധവും അവൻ്റെ ഓട്ടവും നെട്ടോട്ടവും ജീവിതത്തിൻ്റെ ഇത് ദൈവത്തിനറിയില്ലല്ലോ. അല്ലെങ്കിൽ ദൈവത്തിന് അറിയാമെങ്കിൽ പോലും ദൈവം അങ്ങനെ ജീവിക്കുന്നില്ലല്ലോ.
ഓഷമാണെന്ന് തോന്നുന്നു. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദൈവമെങ്ങാനും ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ കൂടെ ഒരാഴ്ച നിന്നിട്ട് പോവുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും പറയും നീയാണ് എൻ്റെ ദൈവം എന്ന്. കാരണം അത്രമേൽ പിന്നെ മനുഷ്യൻ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ദൈവം അപ്പോഴാണ് അറിയുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ പറയാമല്ലോ, ദൈവത്തിന് എന്താണ് പറഞ്ഞുവിടാത്തത്? ഇവിടെ വേദം തന്നിട്ട് ഇങ്ങനെ അങ്ങനെ ആവണം എന്നൊക്കെ ദൈവത്തിന് പറയാം. പക്ഷെ ഇവിടെ ജീവിക്കുന്ന നമുക്കല്ലേ നമ്മുടെ കഷ്ടപ്പാട് അറിയുള്ളൂ എന്ന് പറയാം. ആ പറച്ചിൽ ഒഴിവാകുന്നത് ഒരു പ്രവാചകന്റെ സാന്നിധ്യത്തിലാണ്. ഒരു പച്ച മനുഷ്യൻ, വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാത്ത, വലിയ ഹാവഭാവാദികളൊന്നും ഇല്ലാത്ത ഒരു പച്ച മനുഷ്യൻ, അവർക്കിടയിലുള്ള ഈ പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകത, അപരിചിതരായ ഒരു പ്രവാചകനും എവിടെയും വന്നിട്ടില്ല. ഞാൻ ഇന്ന നാട്ടുകാരനാണ്, ഇന്ന ദേശക്കാരനാണ് എന്ന് പറയേണ്ടി വന്നിട്ടില്ല ആരോടും. കാരണം അവർക്കിടയിൽ ജനിച്ച് വളർന്ന ആളായിരുന്നു പ്രവാചകനായി വരുന്നത് എല്ലാവരും. അതുകൊണ്ടാണ് ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അഹാഹും ഹൂദൻ, അഹാഹും സാലിഹൻ, അഹാഹും ഷുഐബൻ എന്ന് പറയും. അവരിൽ ഒരാളായ, അവരുടെ സഹോദരനായ, അവരോടൊപ്പം ജീവിച്ച, ചെറുതിലേ അറിയാവുന്ന ഒരാൾ. അതുകൊണ്ട് പ്രവാചകന്മാരാരും അവരുടെ ഐഡന്റിറ്റി കാണിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. പ്രവാചകന്മാർ ഞാൻ ഇന്നയാളാണ് എന്ന് പറയേണ്ടി വന്നിട്ടില്ല. ആകപ്പാടെ ഒരു അപരിചിതനായ പ്രവാചകൻ ചരിത്രത്തിലുള്ളത് യൂനുസ് നബിയാണ്. യൂനുസ് നബി തൻ്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അനൗദ്യോഗികമായി യാത്ര ചെയ്ത് മറ്റൊരു നാട്ടിലെത്തിയതിനു ശേഷം അവിടെ അദ്ദേഹം പ്രബോധനം തുടരേണ്ടി വന്നപ്പോൾ അദ്ദേഹം അവർക്ക് ആദ്യം അപരിചിതനായിരുന്നു എന്നുള്ളത് മാത്രമാണ് ചരിത്രത്തിൽ അപരിചിതനായ ഒരു പ്രവാചകനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കിയെല്ലാം അവരുടെ കൂട്ടത്തിൽ തന്നെ ജനിച്ച് വളർന്ന് കളിച്ച് പരസ്പരം ഉള്ളും പുറവും അറിയാവുന്ന ആളുകളാണ് പ്രവാചകന്മാരായി വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ പ്രവാചകന്മാർ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ വേവും നോവും അറിയുന്ന, തങ്ങളെ പോലെ ജീവിക്കുന്ന, കഷ്ടപ്പാടുകളുടെ, ഇപ്പൊ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ മറ്റൊന്ന് നമ്മൾ അറിയേണ്ടത്, പ്രവാചകന്മാരെല്ലാവരും ആട്ടിടയന്മാരായിരുന്നു, ഗോപാലന്മാരായിരുന്നു. ഈ ഗോപാലന്മാർ വരിക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ ഏറ്റവും ക്ഷമ ആവശ്യമുള്ള ഒരു ജോലിയാണ്. ആട് മേയ്ക്കുക, പശുവിനെ മേയ്ക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ആട്ടിടയന്മാർ ആണ് മനുഷ്യരുടെ ഇടയന്മാരായി തീരുന്നത്. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ യേശുവിനെ കുറിച്ച് പറയാറുള്ളത് വലിയ ഇടയൻ എന്നാണ്. വലിയ ഇടയൻ, അത് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ആടിനെ മേയിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ, ആട്ടിനെ മേയ്ക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഈ ആടിനെ മേയിച്ച് താഴെ തട്ടിലുള്ള പ്രയാസങ്ങൾ അറിഞ്ഞ് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിട്ടാണ് ഈ പ്രവാചകന്മാരിൽ പലരും കടന്നു വന്നിട്ടുള്ളത്. അതിലൊരു സുലൈമാൻ നബി ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ സുലൈമാൻ നബി പോലും അനുഭവിച്ചിട്ടുണ്ട്. സുലൈമാൻ നബിയുടെ ചരിത്രത്തിൽ പറയുമ്പോൾ അദ്ദേഹം രാജകുമാരനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. രാജകുമാരനായിട്ടാണ് ജനിച്ചത്, പിന്നീട് രാജാവായി തീരുന്നത്. പക്ഷെ അതിനിടയിൽ അദ്ദേഹം മുക്കുവക്കുടിൽ പോയിട്ട് 40 നാളുകൾ താമസിക്കേണ്ടി വന്ന ഒരു സംഭവമുണ്ട്. അത് പിന്നീട് പറയാം. ശരി, കഥ പറയലല്ലോ നമ്മുടെ പണി. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന കഥ കേൾക്കാനല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, രാജകുമാരനായി ജീവിതത്തിന്റെ മറുപുറം അറിയാത്ത സുലൈമാൻ നബിയെ ജീവിതത്തിന്റെ ആ വശം പഠിപ്പിക്കുന്നതിന് വേണ്ടി ദരിദ്രമായ ഒരു മുക്കുവന്റെ കുടിൽ 40 ദിവസം പഠിച്ചം കൊണ്ടുപോയി ഇടുന്നുണ്ട്. ജീവിതാവസ്ഥകൾ അറിയണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ മുഹമ്മദ് നബിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി എന്ന് ചോദിക്കുമ്പോൾ, മുഹമ്മദ് നബി അനുഭവിക്കാത്ത ഒരു മനുഷ്യാവസ്ഥയില്ല. അനാഥനാണ്, അനാഥത്വം അനുഭവിച്ചു. ഭാര്യ മരിച്ച വിഭാര്യനാണ്, അതനുഭവിച്ചു. ദാരിദ്ര്യം കൊണ്ട് വിശന്ന് കിടന്നയാളാണ്, അതനുഭവിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബഹിഷ്കൃതനാക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. ഷെയ്ബ് അബി താലിബിൽ 2 വർഷം തടവിലാക്കപ്പെട്ടിട്ടുണ്ട്, മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. മക്കൾ മരിച്ചുപോയ പിതാവിൻ്റെ വേദനകൾ നന്നായിട്ട് അറിയാവുന്ന ഒരു പിതാവാണ്. അനുയായികൾ സ്വന്തം മുമ്പിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി മുഹമ്മദ് നബി അറിയാൻ ഏത് ജീവിതാവസ്ഥയാണ് ബാക്കിയുള്ളത്? അതുകൊണ്ടാണ് മുഹമ്മദ് നബി അനാഥരെ കുറിച്ച് പറയുമ്പോൾ അത് തീക്ഷ്ണമാകുന്നത് അത് തന്നെക്കുറിച്ച് തന്നെയുള്ള വാക്കുകളായിട്ടാണ്. അപ്പം ഒരു പ്രവാചകൻ അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, യൂസുഫ് നബിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതാണ്, അനുഭവിക്കാത്ത ജീവിതാവസ്ഥകളില്ല. ഈ ഒരു പഴുപ്പിക്കലിലൂടെ കടത്തിവിട്ടിട്ടാണ് അവർ പ്രവാചകത്വ പദവിയിലേക്ക്, ലോകഗുരു എന്ന മഹാ തട്ടകത്തിലേക്ക് അവർ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ പോയിട്ട് സങ്കടം പറയുമ്പോൾ മുഹമ്മദ് നബിക്ക് ആ സങ്കടം എന്താണെന്ന് ആലോചിക്കേണ്ടി വരില്ല. കാരണം ആ സങ്കടം ആ മനുഷ്യനേക്കാൾ തീക്ഷ്ണമായ അളവിൽ അനുഭവിച്ച അനുഭവം ഉള്ളിലുണ്ട്. ഓരോ നിമിഷവും ആ കനലിനെ കുറിച്ചുള്ള വേപതുണ്ട്. അവസാനം പ്രവാചകൻ അത് പറയുന്നുണ്ട്. അത് ഫതഹ് മക്കയുടെ സമയത്ത് എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അവിടെ ഹിന്ദും വന്നു. ഹിന്ദെന്ന് പറയുന്നത് ഹംസയുടെ കരൾ ചവച്ചു തുപ്പിയ ഹിന്ദ്, അബൂ സുഫിയാന്റെ ഭാര്യ, മുആവിയയുടെ അമ്മ. അവർ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആലില പോലെ വിറക്കുന്നുണ്ട് ഹിന്ദ്. കാരണം താൻ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ അവരുടെ മുമ്പിൽ ഇങ്ങനെ മിന്നിമായുന്നുണ്ട്. എന്ത് ശിക്ഷയാണ് മുഹമ്മദ് തനിക്ക് തരാൻ പോകുന്നത് എന്നോർത്തിട്ടാണ് അവർ ഭയപ്പെടുന്നത്.
അപ്പം മുഹമ്മദ് പറയുന്നൊരു വാക്കുണ്ട്, അന്നോളം ചരിത്രം കേട്ടിട്ടില്ലാത്തൊരു വാക്ക്. ഹിന്ദേ, നിങ്ങൾ എന്തിനാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ വിറച്ചു നിൽക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്കറിയില്ല എന്നെ, ഞാൻ മുഹമ്മദാണ്, ആമിനാൻ്റെ മകൻ മുഹമ്മദ്. നിങ്ങളൊക്കെ തിന്നിട്ട് വലിച്ചെറിഞ്ഞിരുന്ന ഒട്ടകത്തിൻ്റെ എല്ല് പെറുക്കിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കി, അത് ഉണക്കി പൊടിച്ച് അതുകൊണ്ട് അപ്പം ചുട്ട് തിന്ന ആമിനാൻ്റെ മകൻ മുഹമ്മദാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ പ്രതികാരം ചെയ്യേണ്ടതില്ല എനിക്ക്. നിങ്ങളിങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണത്. അതുകൊണ്ട് ഇത് ഹുവന്തുമുത്തുലക്ക, നിങ്ങളൊക്കെ പോയിക്കൊള്ളുക, നിങ്ങളോടൊരു പ്രതികാരവും എനിക്ക് ചെയ്യാനില്ല എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അത് പറയുന്നത് ആ അനുഭവിച്ച തീക്ഷ്ണമായ അനുഭവ പാഠങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് പൊട്ടി വീണതോ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചതോ ആയിട്ടുള്ള ഏതോ അത്യപൂർവ അത്ഭുത ജന്മങ്ങളല്ല, മറിച്ച് ഈ ലോകത്ത് നമ്മളെപ്പോലെ ജീവിക്കുന്ന എല്ലാ വേപത്തുകളിലൂടെയും കടന്നു പോയിട്ടുള്ള മനുഷ്യാത്മാക്കളുടെ പേരാണ്. അവരുടെ അനുഭവം എന്ന് പറയുന്നത് മറ്റു മനുഷ്യരെക്കാൾ തീക്ഷ്ണമായിരിക്കും. കാരണം അവർക്ക് നാളെ ഇങ്ങനെയുള്ള അനേക മനുഷ്യരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് 10 വർഷങ്ങൾക്കകം 100 മനുഷ്യായുസിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ മുഹമ്മദ് നബിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. മൂസാ നബി അങ്ങനെ തന്നെയാണ്. മൂസാ നബി ജനിക്കുമ്പോൾ തൻ്റെ പിതാവിനെ പോലും കാണുന്നില്ല. നൈൽ നദിയിലൂടെ ഒഴുക്കപ്പെടുന്നു, എന്നിട്ട് കൊട്ടാരത്തിലെത്തപ്പെടുന്നു. അവിടെ നിന്ന് നിരന്തരമായ ആത്മസംഘർഷങ്ങളുടെ നടുവിൽ താനൊരു ഇസ്രായേലിയനാണെന്ന തിരിച്ചറിവ് ചെറുതിലെ കിട്ടുന്നുണ്ട്. താനൊരു ഇസ്രായേലിയനാണെന്ന തിരിച്ചറിവ്, തൻ്റെ മാതാവ് അകലെ എവിടെയോ ഒരു അടിമയായി ജോലി ചെയ്യുന്നു എന്ന തിരിച്ചറിവ്, കൊട്ടാരത്തിലെ പളപളപ്പ്, കൊട്ടാരത്തിലെ സമൃദ്ധി, തൻ്റെ അമ്മയെക്കുറിച്ചുള്ള വിചാരങ്ങൾ, ഇതൊരു കുട്ടിയുടെ ഉള്ളിലുണ്ടാക്കുന്ന ആത്മസംഘർഷങ്ങൾ എത്ര വലുതായിരിക്കും. അതിലൂടെയാണ് മൂസാ നബി വളരുന്നത്. ഫറോവയുടെ ക്രൂരതകൾ, തൻ്റെ സ്വന്തം സമൂഹത്തോട്, താൻ ജനിച്ചു വളർന്ന സമൂഹത്തോട് തൻ്റെ വളർത്തച്ഛൻ ചെയ്യുന്ന ക്രൂരതകൾ, ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടാണ് ആ കുട്ടി വളരുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഇസ്രായേലിയനും കോപ്റ്റിക് വംശജനെ മൂസാ നബി അടിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു മോചനം അടിച്ചതല്ല, മറിച്ച് തൻ്റെ ബാല്യം മുഴുവനും ഏതൊരു കയ്പുനീര് കടിച്ചും കുടിച്ചും അറിഞ്ഞും കൊണ്ടാണോ വളർന്നത്, ആ ജീവിതാനുഭവങ്ങളുടെ മൊത്തം ഭാരമുണ്ടായിരുന്നു ആ ഒരൊറ്റ അടിക്ക്. അതുകൊണ്ടാണ് അവിടെ അത് സംഭവിച്ചത്. അപ്പോൾ പ്രവാചകന്മാർ, ഏത് പ്രവാചകനെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവരൊന്നും ആകാശത്തു നിന്ന് പൊട്ടിവീണവരോ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചവരോ അല്ല, മറിച്ച് മനുഷ്യൻ അനുഭവിക്കുന്ന സകല ജീവിത തീക്ഷ്ണതകളുടെയും നോവ് അതിൻ്റെ ഏറ്റവും പാരമ്യതയുടെ ലെവലിൽ അനുഭവിച്ചവരാണ്. ഈ പ്രവാചകന്മാർ വേണ്ടിയിരുന്നു മനുഷ്യകുലത്തിന് മാർഗദർശനം നൽകാൻ. എങ്കിലേ മനുഷ്യർക്ക് വേദം മനുഷ്യർക്കുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പറയും, ഇത് ദൈവത്തിന് എന്താ പറഞ്ഞുകൂടാത്തത്, ഇത് നമ്മളല്ലേ ജീവിക്കേണ്ടത്. പക്ഷേ ഈ മനുഷ്യൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. കാന ഹുലുഖുഹു വൽ ഖുർആൻ, സഞ്ചരിക്കുന്ന ഖുർആനാണ് മുഹമ്മദ് എന്ന് ആയിഷ പറയുന്നത്, അത് പ്രവാചകൻ തൻ്റെ ജീവിതത്തിലേക്ക് ആ അക്ഷരങ്ങളെ ജീവിതമായി പരിഭാഷപ്പെടുത്തി അതിനെ പരിവർത്തിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുഹമ്മദ് നബിക്ക് ഒരുപാട് പെണ്ണ് കെട്ടാൻ കഴിയില്ല, മുഹമ്മദ് നബിക്ക് 6 വയസ്സുള്ളൊരു കുട്ടിയെ കല്യാണം കഴിക്കാൻ കഴിയില്ല, മുഹമ്മദ് നബിക്ക് ഒരുപാട് ആളുകളെ ക്രൂരമായി ആളുകളോട് പെരുമാറാൻ കഴിയില്ല, മുഹമ്മദ് നബി ആരെയും കൊല്ലൂല, മുഹമ്മദ് നബി യുദ്ധം ചെയ്യൂല. കാരണം കാന ഖുലുഖുഹു വൽ ഖുർആൻ എന്നുള്ളതാണ്. അത് ബുഖാരി എഴുതി വെച്ചാലും എഴുതി വെച്ചാലും അത് സത്യവിരുദ്ധമാണ്. കാരണം ഖുർആനാണ് അദ്ദേഹം, ഖുർആൻ അങ്ങനെയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി അങ്ങനെ ആയിരിക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, പ്രവാചകന്മാരുടെ പ്രസക്തി എന്ന് പറയുന്നത് അവർ ഈ ലോകത്ത് വരുന്നത് അവരിലൂടെ അവതീർണമാകുന്ന വേദത്തിൻ്റെ ജീവിത പതിപ്പായി തീരുന്നതിന് വേണ്ടിയാണ്. അത് അവർ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു. അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഇന്നേ വരെ അവരുടെ സമൂഹം ജീവിച്ച ജീവിതത്തിൽ നിന്ന് വളരെയേറെ മാറിയിട്ടായിരിക്കും അവർ ജീവിക്കേണ്ടി വരിക. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുത്ത് സഹജമായി ഒരുപാട് ദൗർബല്യങ്ങളുള്ള മനുഷ്യന് അവൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് പ്രവാചകന്മാർ ചെയ്യുന്നത്. ഉള്ളിലുള്ളതിനെ കാണിച്ചു കൊടുക്കുക. പ്രവാചകന്മാർ പുറത്തുള്ളതിനേക്കൊന്നും മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നില്ല, ഉള്ളിലുള്ളതിനെ കാണിച്ചു കൊടുക്കുകയാണ് പ്രവാചകന്മാർ ചെയ്യുന്നത്. നീ ആരാണെന്ന് നീ അറിയണം, ഇത്രേ പറയുന്നുള്ളൂ. നീ ആരാണെന്ന് നീ അറിയണം, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, നീ എന്തിന് ജനിച്ചു, എന്തിന് ജീവിക്കുന്നു, എന്താണ് ജീവിത ദൗത്യം, നിന്റെ ആനന്ദം എവിടെ ഇരിക്കുന്നു. ഇക്കാര്യങ്ങളാണ് പ്രവാചകന്മാർ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. മനുഷ്യരോട് പറയുന്നത്, നിങ്ങൾ അകലെ അകലെ പോകണം, നിങ്ങൾ മറ്റുള്ളതിൽ നിന്ന് പഠിക്കണം എന്നൊന്നല്ല, ഉള്ളിലുള്ളത്. അതുകൊണ്ട് അകത്ത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കാറുണ്ടായിരുന്നല്ലോ, അന്ധനായ ഒരു മനുഷ്യൻ വിളക്കും കൊണ്ട് നടക്കുന്ന ഒരു കഥ. ഏ കന്ധ അന്ധേരി റാത്മേ സടക് പർ ജാ രഹാത്ത ഉസ്കെ സിർ പർ അനീഖ ഗടാത്ത എന്നൊക്കെ പറയുന്ന ഒരു ഉറുദു പാഠം ഉണ്ടായിരുന്നു. ഒരു അന്ധൻ ഇങ്ങനെ വിളക്കും കൊണ്ട് നടക്കുന്നു. വിളക്കും കൊണ്ട് നടക്കുമ്പോൾ ആരോ ചോദിച്ചു, അരേ ബേ വഖൂഫ്,
അല്ല വിട്ടി, എന്തിനാണ് നിന്റെ തലയിൽ വിളക്ക്, നിനക്ക് കാണൂലല്ലോ. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് കാണാനല്ല, എനിക്ക് എതിർവശത്ത് നിന്ന് വരുന്നവർക്ക് എന്നെ കാണാനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്വയം കാണുന്നതിന് വേണ്ടിയുള്ള വിളക്ക് കത്തിക്കുന്ന ഒരു വെളിച്ചം, തന്നെ തന്നെ കാണുന്നതിന് വേണ്ടി വിളക്ക് കത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, അവരാണ് പ്രവാചകന്മാരായി നമുക്ക് മുന്നിലുള്ളത്. അകലെയുള്ള കാഴ്ചകളല്ല, മറിച്ച് ഉള്ളിലേക്കുള്ള കാഴ്ചകൾ, നമ്മുടെ കണ്ണ് ഉള്ളിലേക്ക് തുറക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സാന്നിധ്യമാണ് പ്രവാചകന്മാർ. ഇത് പ്രവാചകന്മാരിലൂടെ അല്ലാതെ സാധ്യമാവില്ല. ലോകത്ത് നമ്മൾ ഇപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കുക, സത്യമേ പറയാവൂ, ഇങ്ങനെ ആദ്യം പറഞ്ഞത് ആരായിരിക്കും? അത് പോയി നിൽക്കുന്നത് ഏതോ ഒരു പ്രവാചകനിലായിരിക്കും, ഏതോ ഒരു അവതാരത്തിലായിരിക്കും. ലോകത്തുള്ള ഏത് നന്മകളും പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഗുരു സാന്നിധ്യമായിരിക്കും. പക്ഷേ ഈ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പണ്ഡിതന്മാരുടെ ഒരു തലം നമ്മളവിടെ പ്രതീക്ഷിക്കരുത്. പണ്ഡിതന്മാരെന്ന് പറയുന്നത് ഒരു വിഭാഗവും പ്രവാചകന്മാരെന്ന് പറയുന്നത് വേറൊരു വിഭാഗമാണ്. പണ്ഡിതന്മാർക്ക് പ്രവാചകന്മാരാകാനോ പ്രവാചകന്മാർക്ക് പണ്ഡിതന്മാരാകാനോ സാധ്യമല്ല. അതുകൊണ്ട് ഒരു പ്രവാചകനും ഒരുപാട് പഠിച്ചവരല്ല. ഒരു പ്രവാചകനും ധാരാളം പഠിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പല പ്രവാചകന്മാർക്കും ഗുരു തന്നെ ഇല്ല. പഠനം, ഒരുപാട് അറിവ് പ്രവാചകന്മാരുടെ, കാരണം അവർ അറിവായി തീരുകയാണ് ചെയ്യുന്നത്. അറിവായി തീരുന്നവർക്ക് പിന്നെ അറിയേണ്ട കാര്യമില്ലല്ലോ. വെള്ളത്തിന് ദാഹിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. വെള്ളത്തിന് ദാഹിക്കുമോ? വിശറിക്ക് കാറ്റ് വേണോ എന്ന് പൊൻകുന്നം വർക്ക് ചോദിച്ചിട്ടുണ്ട്. വിശറിക്ക് കാറ്റ് വേണം. വിശറിക്ക് കാറ്റ് വേണ്ട, വിശറി തന്നെ കാറ്റാണ്. വെള്ളത്തിന് ദാഹിക്കുകയില്ല. പ്രവാചകന്മാർക്ക് അറിവിൻ്റെ ആവശ്യമില്ല. ഒരു പ്രവാചകനും ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചായിട്ട് നമുക്കറിയില്ല. അവർ പുസ്തകം വായിച്ച് അറിവുണ്ടാക്കുന്നവരല്ല. പണ്ഡിതൻ എന്ന് പറയുന്നത് വായിച്ച് അറിവുണ്ടാക്കുന്നവനാണ്, അല്ലെങ്കിൽ കേട്ട് അറിവുണ്ടാക്കുന്നവനാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ ജീവിതത്തിന് ഈ ഭംഗി, അഴക് വല്ലാതെ ഉണ്ടാവില്ല. നമ്മൾ പുറമെ നിന്ന് കാണുന്ന അഴകുണ്ടാവണമെന്നില്ല. പരുത്ത ജീവിതമാണ് പലപ്പോഴും പ്രവാചകന്മാർക്കുള്ളത്. അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയാണ് അവർ സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവാചകന്മാരുടെ ജീവിതം മനുഷ്യരോടൊപ്പം, മനുഷ്യരിൽ നിന്ന് ഒട്ടും അകലാതെ, ഇത് സന്യാസത്തിൽ നിന്ന് ഭിന്നമാണ്. നിങ്ങൾ പ്രവാചകന്മാർ പണ്ഡിതന്മാരല്ല എന്നതോടൊപ്പം തന്നെ പ്രവാചകന്മാരാരും സന്യാസിമാരുമല്ല. സന്യാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിച്ചവരല്ല. ഒരു പ്രവാചകനും സമൂഹത്തിൽ നിന്ന് മാറി വന്നിട്ടില്ല. സമൂഹത്തോടൊപ്പം 24 മണിക്കൂറും സമൂഹത്തോടൊപ്പം നിന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും നേർക്കുനേരെ ഇടപെട്ട് അവരോടൊപ്പം ജീവിച്ച് അവരുടെ എല്ലാ നിലകളിലും അവരെ ഉൾക്കൊണ്ടവരുടെ പേരാണ് പ്രവാചകന്മാർ. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവാചകനെ കാണാൻ കഴിയുമോ? മലമുകളിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലമുകളിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു? ഇല്ല. മലമുകളിൽ ഒരു സൂഫി ഉണ്ടായിരുന്നു എന്ന് കേൾക്കാം. മലമുകളിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു എന്ന് കേൾക്കാം. മലമുകളിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് കേൾക്കാൻ കഴിയില്ല. മലമുകളിൽ പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രവാചകന് ചുറ്റും 10,000 ഉണ്ടാകുമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഈ സൂഫിസം എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു തരം ഒളിച്ചോട്ട സൂഫിസമുണ്ട്, എസ്കേപ്പ് ചെയ്യുന്നൊരു സൂഫിസമുണ്ട്. മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ മലമുകളിൽ കയറി ഇരുന്ന് അവിടെ വെച്ച് ജപവും തപവും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകളുണ്ട്. അതിൽ പ്രവാചക മാതൃകയില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്കറിയില്ല. പക്ഷെ അതിൽ പ്രവാചക മാതൃകയില്ല. മനുഷ്യൻ സമൂഹത്തോടൊപ്പം ജീവിക്കേണ്ടവനാണ്, അവരുടെ ഗന്ധമറിയേണ്ടവനാണ്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ തന്നാൽ കഴിയുന്ന വിധം യത്നിക്കേണ്ടവനാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പറയുന്നത്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. ആരാണ് ദീനിനെ നിഷേധിക്കുന്നവൻ? അവൻ അനാഥരെ അവഗണിക്കുന്നവനാണ്, അഗതികൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തവനാണ്. മല കയറുന്നവർക്ക് എവിടെ അഗതിയും അനാഥനും? മല കയറുന്നവർക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ. അപ്പോൾ ഒളിച്ചോട്ടം എന്നത് ഒരു പ്രവാചക മാതൃകയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരോടൊപ്പം ജീവിച്ചു. അതാണ് ഇവരുടെ പ്രശ്നവും. നൂഹ് നബിയുടെ എതിരാളികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നൂഹ്, നീ ഇതൊക്കെ മാറ്റിയിട്ട് ഈ ഏഴാങ്കൂലികളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ മാറി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ കൂടാം. കാരണം ഈ ഏഴാങ്കൂലികളോടൊപ്പം ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നൂഹ് നബി പറയുന്നത്, ഞാൻ എങ്ങനെയാണ് ഇവർ ഉപേക്ഷിക്കുക? ഇവർ നിഷ്കളങ്കരായ മനുഷ്യരല്ലയോ എന്നാണ്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരാണ് പ്രവാചകന്മാരോടൊപ്പം ഉള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ കൂടെ ഉള്ളതാരായിരുന്നു? മുക്കുവന്മാരായിരുന്നു. വലയെറിഞ്ഞ് മീൻ പിടിച്ച് ഉപജീവനം നടത്തിയ മുക്കുവന്മാരാണ് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മുഹമ്മദ് നബിയുടെ കൂടെ ആദ്യകാലത്തുണ്ടായിരുന്നത് ആരാണ്? ബിലാലായിരുന്നു, സുമയ്യായിരുന്നു, യാസറായിരുന്നു, അമ്മാറായിരുന്നു.
ഹബ്ബാബായിരുന്നു, ഹുബൈബായിരുന്നു, ഒക്കെ അടിമകളാണ്. കുപ്പായമിടാൻ അർഹതയില്ലാത്തവർ, ചെരുപ്പ് ധരിക്കാൻ അർഹതയില്ലാത്തവർ, ഒരു മുണ്ട് മാത്രം അരയിൽ ചുറ്റി നടക്കേണ്ടിയിരുന്നവർ, പാട്ടുപാടാൻ കഴിയാത്തവർ, ഉറക്കെ സംസാരിക്കാൻ അവകാശമില്ലാത്തവർ, അവരായിരുന്നു മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അവരെ മുഹമ്മദ് നബി ചേർത്ത് പിടിച്ചു. അവർക്ക് നോവുമ്പോൾ മുഹമ്മദ് നബിക്ക് നൊന്തു. അങ്ങനെയാണ് പ്രവാചകന്മാർ. അപ്പോൾ പ്രവാചകന്മാരെന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും വേദന അനുഭവിക്കുന്നവരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ ചേർത്ത് നിർത്തി അവരുടെ കൂടെ ജീവിച്ച ആളുകളുടെ പേര് കൂടിയാണ്. ഇത് നമ്മൾ പറയുന്നത് ഈ താഴേക്കിടയിലുള്ള ആളുകൾ ചേർത്ത് നിർത്തി എന്ന് പറയുമ്പോൾ മേലേക്കിടയിലുള്ള ആളുകൾ എന്തോ ശത്രുക്കളായതുകൊണ്ടല്ല, മറിച്ച് ഈ മനുഷ്യർ, ഇപ്പൊ ബിലാലിന്റെ കഥ പറയുന്നിടത്ത് ബിലാൽ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ ആദ്യമായി അടിക്കാനല്ലാതെ എന്നെ സ്പർശിച്ചത് മുഹമ്മദാണ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, നിത്യഗുരു ഒരിക്കൽ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. അപ്പൊ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഇന്നത്തെ പോലെയല്ല, ധാരാളം ഭിക്ഷക്കാർ വരും. അതിലൊരു കുഷ്ഠരോഗി വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ കൈ കാണിക്കുമ്പോൾ ഗുരുവിൻ്റെ മുന്നിലും കൈ കാണിച്ചു. അപ്പം നിത്യഗുരുവിൻ്റെ കയ്യിൽ തപ്പി നോക്കിയിട്ട് ആ 1 രൂപയാണ് കിട്ടിയത്. പക്ഷെ ആ 1 രൂപ ഇയാൾ അടുത്ത് വിളിച്ച് ഇയാളുടെ അലിഞ്ഞ് ചോർന്നു പോയ കൈവെള്ളയിൽ ഇങ്ങനെ വെച്ചിട്ട് ഗുരു ആ കൈ അമർത്തി പിടിച്ചു. ഈ മനുഷ്യന് കരച്ചിൽ വന്നിട്ട് നിർത്താൻ കഴിയുന്നില്ല, പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഗുരു കൂടുള്ളവരോട് പറഞ്ഞ ആൾ കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കുറേ കഴിഞ്ഞ് കരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ വിക്കി പറയുകയാണ്, എനിക്ക് ഈ കുഷ്ഠരോഗം വന്നതിന് ശേഷം എൻ്റെ മക്കൾ പോലും എന്നെ തൊട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ തൊടുന്നത്. ഒരു സ്പർശം എന്ന് പറയുന്നത് എത്രത്തോളം അഗാധമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുക നമ്മളെ ആരും തൊടാതിരിക്കുമ്പോഴാണ്. നമ്മളെല്ലാവരും തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിയില്ല. നമ്മളെ ആരും തൊടാതിരിക്കുമ്പോൾ നമ്മളെ ഒരാളെ തൊട്ടാൽ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവും. നമ്മളോട് ആരും മിണ്ടാതിരിക്കുമ്പോഴാണ് ഒരാൾ നമ്മളോട് മിണ്ടുന്നതെങ്കിൽ വർത്തമാനം എത്ര വലിയ ഔഷധമാണ് എന്ന് നമുക്കന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് ബിലാൽ പറയുന്നത്, എന്നെ ഇന്നേ വരെ അടിക്കാനല്ലാതെ ഒരാൾ തൊട്ടിട്ടില്ല, എന്നെ ആദ്യമായിട്ട് തൊട്ടത് മുഹമ്മദാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പർശത്തിൻ്റെ, ഈ ഒരു സാന്നിധ്യത്തിൻ്റെ പേരിനാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാരെന്ന് പറയുന്നത് കേവലമായി എന്തെങ്കിലും പഠിപ്പിക്കാൻ വന്നവരല്ല, നമുക്ക് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വന്ന അധ്യാപകരല്ല, മറിച്ച് പ്രവാചകൻ എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ ജീവിച്ച് ജീവിതം എന്തെന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്ന ആളുകളുടെ പേരാണ് എന്നർത്ഥം. അങ്ങനെ ജീവിക്കാനാണ് യഥാർത്ഥത്തിൽ ഗുരുക്കന്മാർ ഉണ്ടാകേണ്ടത്. അല്ലാതെ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരിക, കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക എന്നുള്ളത് അതിനെ തുടർന്നുണ്ടാകുന്ന സംഗതിയാണ്. ഈ അറിവെന്ന് പറയുന്നത് അഭ്യസിക്കലല്ലെന്നും അറിവെന്ന് പറയുന്നത് അനുഭവിക്കലാണെന്നും അഭ്യസിക്കുന്നതൊക്കെ അർത്ഥമില്ലാത്തതാണെന്നും നമുക്ക് മനസ്സിലാകുന്നത് അഭ്യസ്ത വിദ്യരായ ആളുകളെ നമ്മൾ കാണുമ്പോഴാണ്. നിങ്ങൾ അഭ്യസ്ത വിദ്യരെ കാണണം. അഭ്യസ്ത വിദ്യരെ കാണുമ്പോൾ എന്താണ് അഭ്യസിക്കുന്നത് എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. വിദ്യ അഭ്യസിക്കാനുള്ളതാണ് എന്നാണ് ഇന്നത്തെ ലോകം പറയുന്നത്. വിദ്യ അഭ്യസിക്കാനുള്ളതല്ല, അത് അനുഭവിക്കാനുള്ളതാണ് എന്നാണ് വേദങ്ങൾ പറയുന്നത്. ഇത് രണ്ടും 2 തലങ്ങളാണ്.